വാർത്തകൾ വിശദമായി. ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യമനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ടോം ഉഴുന്നാലിലിന്റെ അഭ്യർത്ഥന. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ ഗതി വന്നതെന്നും തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഫാദർ ടോം. ആരോഗ്യം വളരെ മോശമാണെന്നും വൈദ്യസഹായം ലഭിക്കേണ്ടതുണ്ടെന്നും ഫാദർ വീഡിയോയിൽ പറയുന്നു. ക്രൈസ്തവ സഭയോടും മാർപ്പാപ്പയോടും ഫാദർ സഹായം അഭ്യർത്ഥിച്ചു. ജീവനു വേണ്ടി കേന്ദ്ര സർക്കാരിനോടും രാഷ്ട്രപതിയോടും ക്രൈസ്തവ സഭകളോടും മാർപ്പാപ്പയോടും യാചിച്ചുകൊണ്ടാണ് യമനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിന്റെ വീഡിയോ സന്ദേശം. തന്റെ ആരോഗ്യം വളരെ മോശമാണെന്നും വൈദ്യസഹായം വേണമെന്നും ഫാദർ വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു. I am very sad that nothing has been done seriously in my regard. Reports have been in the news that everything is being done to get me released quickly, but in reality nothing seemed to have happened. I am very sad and depressed. I request also my fellow Christians in India, the bishops and priests, to do their might to get me released and save my life. I need your help. Please help me. ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകയും തട്ടിക്കൊണ്ടുപോയിരുന്നുവെന്നും എന്നാൽ ഫ്രഞ്ച് സർക്കാർ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കാര്യവും ഫാദർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ ദുരിതം വന്നതെന്നും ഫാദർ ടോം ഉഴുന്നാലൻ വ്യക്തമാക്കുന്നു. തട്ടിക്കൊണ്ടുപോയവർ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആരും പ്രതികരിക്കുന്നില്ലെന്നാണ് ഫാദറിന്റെ വാക്കുകൾ. അതിനാൽ തന്നെ തട്ടിക്കൊണ്ടുപോയവർ മറ്റാരെങ്കിലും മുഖാന്തരം എംബസിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാണ് കരുതുന്നത്. യൂട്യൂബിൽ സലേഹ് സലേം എന്നയാളിന്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ ക്രിസ്മസ് ദിനത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതാരാണെന്നോ എവിടെ നിന്നാണ് ചിത്രീകരിച്ചതെന്നോ വ്യക്തമല്ല. വീഡിയോയുടെ ആധികാരികത പരിശോധിച്ച് തുടർ നീക്കം നടത്തുമെന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചത്. ഇതിനായി സുരക്ഷാ ഏജൻസികളെ ചുമതലപ്പെടുത്തി. ഫാദറിന്റെ ജീവൻ സുരക്ഷിതമാണെന്നാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചത്. പ്രധാനമന്ത്രി യമനിലെ അധികൃതരുമായി ബന്ധപ്പെടുന്നുവെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ ഫാദറെ ഏത് സംഘടനയാണ് എവിടേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും വ്യക്തതയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫാദർ ടോം ഉഴുന്നാലിലിന്റെ വീഡിയോ സന്ദേശം കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരായ കുറ്റപത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇനിയെങ്കിലും മന്ദതയും അവഗണനയും വിട്ട് ഫാദറിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന ഫാദറിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറനീക്കി കാണിക്കുന്നതാണ്. മോചനത്തിന് കഴിഞ്ഞ 10 മാസമായി കേന്ദ്രം നടത്തുന്ന പരിശ്രമം എന്തെന്ന് വെളിപ്പെടുത്തണമെന്നും ഫാദറിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര നടപടികൾ എടുക്കണമെന്നും കോടിയേരി കേന്ദ്ര സർക്കാരിനോട് പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു. അഴിമതി വെച്ച് പൊറുപ്പിക്കരുതെന്നും പാരിതോഷികങ്ങൾ സ്വീകരിക്കരുതെന്നും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒരു മന്ത്രിയുടെ സ്റ്റാഫ് മറ്റു വകുപ്പുകളിൽ ഇടപെടരുതെന്നും രാഷ്ട്രീയ അടിസ്ഥാന തത്വത്തിൽ പ്രവർത്തിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടനിലക്കാരെ സൂക്ഷിക്കണമെന്നും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. CPM തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവുമെന്നും മുരളീധരൻ കോഴിക്കോട്. ആരാണ് ഭരണപക്ഷം നയിച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കെ മുരളീധരന് VD സതീശന്റെ മറുപടി. പരിമിതികൾക്കകത്ത് നിന്ന് കോൺഗ്രസ് പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കുന്നുണ്ടെന്നും മുതിർന്ന നേതാക്കൾ പ്രസ്താവനകളിൽ മിതത്വം പാലിക്കണമെന്നും സതീശൻ കാലം കൂടി ഒരു മിതത്വം പാലിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗരിയമ്മ സ്വയം വിരമിക്കണമെന്നാവശ്യപ്പെട്ട് JSSലെ ഒരു വിഭാഗം ഗൗരിയമ്മയ്ക്ക് കത്ത് നൽകി. സംസ്ഥാന സെക്രട്ടറി ഗോപന്റെ നേതൃത്വത്തിലാണ് കത്ത് നൽകിയിരിക്കുന്നത്. JSSന്റെ ഭൂരിപക്ഷം അനുയായികളും തങ്ങളോടൊപ്പമാണെന്നിവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കത്ത് ഗൗരിയമ്മ തള്ളിക്കളഞ്ഞു. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ശബരിമല അപകടത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമാണ്. സംഭവം IG ശ്രീജിത്ത് അന്വേഷിക്കും. മണ്ഡലപൂജ കണക്കിലെടുത്ത സന്നിധാനത്തും പരിസരത്തും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ഇന്നലെ നടന്ന അപകടത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ നടപടിയെടുക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അനാസ്ഥ കാട്ടി.
ബാരിക്കേഡുകൾ ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം ദേവസ്വം ബോർഡ് പാലിച്ചില്ലെന്നും DGP പറഞ്ഞു. ശബരിമലയിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കുമെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര റെയിൽ മന്ത്രി സുരേഷ് പ്രഭുവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. രാജധാനി എക്സ്പ്രസ് ആഴ്ചയിൽ 5 ദിവസമാക്കി മാറ്റുമെന്ന് റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. സംസ്ഥാനത്തെ റെയിൽവേ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ റൈറ്റ്സിനെ ചുമതലപ്പെടുത്തുമെന്നും റെയിൽവേ മന്ത്രി അറിയിച്ചു. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായിരുന്നു കൂടിക്കാഴ്ച. പാത ഇരട്ടിപ്പും റെയിൽ മേൽപ്പാലങ്ങളും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സംസ്ഥാനം ഉന്നയിച്ചു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ മികച്ച ഡോക്ടർമാർക്കായുള്ള കൈരളി പീപ്പിൾ ഡോക്ടേഴ്സ് അവാർഡ് കൊച്ചിയിൽ വിതരണം ചെയ്തു. സർക്കാർ മേഖലയിൽ നിന്ന് ഡോക്ടർ നൂന മാർജയ്ക്കും സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ S. അബ്ദുൾ ഖാദറിനും ആരോഗ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്റർപ്രണർഷിപ്പ് അവാർഡ് ഡോക്ടർ ഷംസീർ വയലിലും ഏറ്റുവാങ്ങി. ത്യാഗത്തെയും മനുഷ്യത്വത്തെയും നെഞ്ചേറ്റി സമൂഹത്തിനാകെ മാതൃകയാകുന്ന നേട്ടങ്ങൾ കൊയ്ത 3 മഹനീയ വ്യക്തിത്വങ്ങളെയാണ് കൈരളി പീപ്പിൾ TV ആദരിച്ചത്. കൊച്ചി IMA ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ജേതാക്കൾക്ക് പത്മശ്രീ മമ്മൂട്ടി പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ നൂന മാർജയ്ക്ക് സമ്മാനിച്ചു. സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ S. അബ്ദുൾ ഖാദറും പുരസ്കാരം ഏറ്റുവാങ്ങി. യുവചികിത്സാ സംരംഭകനുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ ഓൺട്രപ്രണർഷിപ്പ് അവാർഡ് VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിന് സമ്മാനിച്ചു. ജനകീയ നാമനിർദ്ദേശത്തിലൂടെ ലഭിച്ച നിരവധി അപേക്ഷകൾ പരിഗണിച്ചാണ് കേരള സർവകലാശാല മുൻ VCയും പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ B. ഇക്ബാൽ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഡോക്ടർ ആശാ കിഷോർ എന്നിവരടങ്ങിയ വിദഗ്ധ സമിതി അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി മേയർ സൗമിനി ജെയിൻ, IMA പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ, A. വിജയരാഘവൻ, PA സിദ്ധാർത്ഥ മേനോൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടറായി ഡോക്ടർ നൂന മാർജയും സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ S. അബ്ദുൾ ഖാദറും തെരഞ്ഞെടുക്കപ്പെട്ടു. യുവചികിത്സാ സംരംഭകനുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്റർപ്രണർഷിപ്പ് അവാർഡ് VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിന് സമ്മാനിച്ചു. നിരവധി എൻട്രികളിൽ നിന്നായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ്. കേരളം അംഗീകരിച്ച ആതുര ശുശ്രൂഷ പ്രവർത്തകരെയാണ് കൈരളി കണ്ടെത്തിയതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മറ്റു മാധ്യമങ്ങളും കൈരളിയുടെ പാത പിന്തുടർന്ന് ഡോക്ടർമാരെ ആദരിക്കാൻ തുടങ്ങിയത് കൈരളിക്കുള്ള അംഗീകാരമായി കാണുന്നുവെന്നും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും പറഞ്ഞു. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ ശബരിമലയിൽ നടന്നു. 12-നും 12-15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടന്നത്. നിർമ്മാല്യ ദർശനത്തിനും പതിവ് ചടങ്ങുകൾക്കും ശേഷം പ്രസന്ന പൂജയ്ക്കായി നടയടച്ച് വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയാണ് മണ്ഡലപൂജ നടന്നത്. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 3-ന് നിർമ്മാല്യ ദർശനത്തിനും പതിവ് പൂജകൾക്കും ശേഷമാണ് മണ്ഡലപൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കിഴക്കേ മണ്ഡപത്തിൽ കളഭവും 25 കലശവും പൂജിച്ചു. ബ്രഹ്മകലശത്തിൽ കളഭം നിറച്ച് നീരാഞ്ജനം ഒഴിഞ്ഞ ശേഷം കലശം മേൽശാന്തിക്ക് കൈമാറി. തുടർന്ന് അയ്യപ്പന് കളഭാഭിഷേകം നടത്തി. ശേഷം പ്രസന്ന പൂജയ്ക്കായി നട അടച്ച് വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി 12-നും 12-15-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ മണ്ഡലപൂജ നടന്നു. ആയിരങ്ങളാണ് അയ്യപ്പ ദർശന നിർവൃതിയിൽ സാഫല്യമടഞ്ഞത്. രാത്രി 9:50-ന് ഹരിവരാസനം പാടി 10-ന് നടയടയ്ക്കും. 30-ന് വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായി നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല.